തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ച് നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു ജബൽ ജയ്സ് പോവാന്ന്. ഇപ്പം ജബൽ ജയ്സ് എൻ്റെ തറവാടാണ്. ഞാൻ ഈ മന്ത് ഒരു 3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു, ഓക്കെ നമുക്ക് പോയിട്ട് വരാം. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് ആ കിട്ടുന്ന ഒരു മൊമെൻ്റ് അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നവരാണ് എൻ്റെ കൂടെ ഉള്ളവർ. അപ്പോൾ നമ്മളങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് സിറ്റിയുടെ ലൈറ്റൊക്കെ കാണാൻ തന്നെ പ്രത്യേക രസമാണ്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടും അടിപൊളി സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മൾ കുറേ സംസാരിച്ചു, കുറേ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മളെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങളെല്ലാവരും കൂടാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഒരു ഡൗൺ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ അവരെയും കൊണ്ട് എവിടെയെങ്കിലും പോകും. ഒന്നെങ്കിൽ ഫുഡ് കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ദുബായിൽ നമ്മൾ ഫാമിലീനൊക്കെ വിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ആകെ കൂടെ ഉള്ളത് ഫ്രണ്ട്സാണ്. ഇപ്പോൾ ദൈവം സഹായിച്ച് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ അടുത്ത് എന്തും പറയാനുള്ളൊരു ഫ്രീഡം എനിക്കുണ്ട്. അന്ന് ഞങ്ങൾ പോയ സമയത്ത് നമ്മൾ കുറേ ഇരുന്ന് എല്ലാവരും സംസാരിച്ചു. അടിപൊളി മൂണായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് അന്ന് പോയി കണ്ടത്. ലോകത്തിലെ ഏഷ്യൻ മൗണ്ടൈനിൽ വെച്ചിട്ടുള്ള ഹയസ്റ്റ് ടോപ്പിലേക്കാണ് നമ്മൾ പോയത്. അവിടെ പോയിരുന്നിട്ട് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അന്ന് ഏറ്റവും നല്ല മെമ്മറി ആയിട്ട് എൻ്റെ മെമ്മറി ബാഗിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു മെമ്മറി ആയിരുന്നു അന്നത്തെ ഡേ. അന്ന് നമ്മളെല്ലാവരും ഒരു 4 to 5 നമ്മൾ അവിടുന്ന് റിട്ടേൺ ആയത്. അങ്ങനെ കുറച്ച് നേരം വന്ന് കിടന്ന് ഉറങ്ങി, പിന്നെ നമ്മൾ ജോലിക്ക് പോവാണ് ചെയ്തത്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കുന്ന മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞത് ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. നമ്മളെല്ലാവരും അത് ബ്യൂട്ടിഫുൾ ആക്കാറുമുണ്ട്. ചില യാത്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റിയ യാത്രകളാണ്. അതിലൊരു യാത്രയായിരുന്നു ഞങ്ങളന്ന് ജബൽ ജയ്സ് പോയത്. അൺപ്ലാൻഡ് ആണെങ്കിലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.